ഞാൻ അങ്ങനെ ഫിലിം റിവ്യൂ പറയാനും എഴുതാനും ഒന്നും ഇത്രയും കഴിവുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ഞാൻ രണ്ടു ദിവസം മുമ്പ് നീരജ എന്ന് പറഞ്ഞൊരു ഫിലിം കാണാനിടയായി. അവിചാരിതമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ കണ്ടതാണ്. കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രുതി രാമചന്ദ്രന് ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ കണ്ട് വന്നപ്പോഴ് ശരിക്കും പറഞ്ഞാല് അതില് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് കഥാപാത്രമുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ഒരു കഥയെ ബേസ് ചെയ്ത് ഇങ്ങനത്തെ കേസുകള് നിരവധി ഉണ്ടായിരിക്കണം. അതായിരിക്കുമല്ലോ ഇതൊരു കന്നഡ ഫിലിമിന്റെ റീമേക്ക് ആണ് മലയാളം. ഇതേ കഥ, ഇതേ കഥയിലൊരു ജീവിതം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവാം. അതായിരിക്കാൻ പറ്റും പക്ഷെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇതിനെ ഒരു ഫിലിമാക്കി മാറ്റാൻ പറ്റിയത്. പക്ഷെ അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന്റെ ആ ഒരു ആഴം മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഇനം നഷ്ടപ്പെടുമ്പോഴ് നമുക്കുണ്ടാവുന്നത് ആ ഒരു ചില ഏരിയാസിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് ഇമോഷണൽ മാത്രമല്ല. നമ്മുടെ കേരള സമൂഹം സ്ത്രീകളെ എപ്പോഴും കാണുന്നത് ഒരു എന്താ പറയാ സദാചാര കണ്ണോടുകൂടി മാത്രം ആയതുകൊണ്ട് ഭക്ഷണവും ദാഹവും അല്ലാണ്ട് കുടിക്കാനുള്ള ഒരു ദാഹവും ഭക്ഷണം കഴിക്കാനുള്ളൊരു ഇതുമല്ലാണ്ട് അല്ലെങ്കിൽ ശ്വാസം ഇതൊക്കെ അല്ലാണ്ട് അല്ലെങ്കിൽ പാർപ്പിടം ഇതൊക്കെ അല്ലാണ്ട് ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു നീഡിനെ കുറിച്ചിട്ട് ഒരിക്കലും ഒരു സ്ത്രീ സംസാരിക്കുന്നതോ എഴുതുന്നതോ ഒന്നും അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ല നമ്മളുടെ. എന്നെ പോലുള്ള കൗൺസിലേഴ്സിന്റെ അടുത്ത് വരുന്ന കേസുകളിൽ ഒരുപാട് ഈ ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. അതുകൊണ്ടായിരിക്കും എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മളെ സൊസൈറ്റി സ്ത്രീകളെ ഡെമിസെക്ഷൽ ആക്കി മാറ്റുന്ന ഒരവസ്ഥയാണ്. ഡെമിസെക്ഷൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ. ആക്കി മാറ്റപ്പെടുത്തുന്നതാണ് കുറെയൊക്കെ. പക്ഷെ തീവ്രമായി സ്നേഹിക്കപ്പെട്ട് കഴിഞ്ഞാല് ഇണയിൽ നിന്ന് പെട്ടെന്ന് ആ ഒരാള് നഷ്ടപ്പെടുമ്പോഴ് നമുക്ക് മറ്റൊരാളെ ആ ഒരു സ്ഥാനത്ത് കാണാൻ പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം സെക്സ് എന്ന് പറയുന്ന ഒരു ഫീൽ അവിടെ നിലനിൽക്കുകയും ചെയ്യും. അതിനകത്തില് ഒരു കഥാപാത്രം, ആ നായിക കഥാപാത്രം പറയുന്ന ആ ഒരു ചെറിയൊരു സെന്റൻസ് ആണ്. പക്ഷെ എന്നെ അത് ഭയങ്കരമായിട്ടും എനിക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ പറ്റി. എനിക്ക് എന്നെ പോലെ തന്നെ പല സ്ത്രീകൾക്കും അത് മനസ്സിലാവും. കാരണം അവർക്ക് സെക്ഷൽ ഫീൽ വല്ലാണ്ട് തോന്നുമ്പോൾ അവരൊരു പുരുഷനോട് ഇൻവൈറ്റ് ചെയ്തിട്ട് അയാൾക്ക് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, എന്നെ ചുംബിക്കരുത്, മുഖത്ത് ഉമ്മ വയ്ക്കരുത്. കാരണം മുഖം എന്ന് പറയുന്നത് മനസ്സിന്റെ കണ്ണാടിയാണ്. നമ്മുടെ ഉള്ളിലെ ആ ആളിനെ നമ്മുടെ ഉള്ളില് അത്രയും തീവ്രമായി സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്കല്ലാതെ നമ്മുടെ മുഖം ഇട്ട് കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും സ്ത്രീകൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എത്ര കൂടിയാലും വേറൊരു ആളെടുത്ത് പോകാൻ പറ്റാതെ ഒരവസ്ഥയിൽ അവര് ഡിപ്രഷൻ അനുഭവിക്കുന്നത്. ഈ ഫിലിം ഉടനീളം അതാണ്. നല്ലൊരു ഫിലിമാണ്, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇതൊരു റിയാലിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഒരു പുരുഷൻ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഉപയോഗിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ഇതാണ് ഒരു നെഗറ്റീവ് ഒരു ഫീൽ നമുക്ക് വരും. നെഗറ്റീവ് ഫീൽ, എന്നെ ഉപയോഗിച്ചു എന്ന് പറയുന്ന നെഗറ്റീവ് ഫീൽ അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും. ഈ സെയിം സെന്റൻസ് ഞാൻ ഒരു കേസിൽ ഒരു പയ്യന്റെ പാകിനിലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറ്റുന്നവരിതൊന്ന് കാണാൻ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കാണാം. കാരണം മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ് ആ ഒരു സ്ത്രീ എന്നാൽ എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാത്ത ഒരു സമൂഹമാണ് നമ്മൾ. ഈ ഫിലിം കുറച്ചൊക്കെ അതിനെ മനസ്സിലാക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ പറയുന്നതെന്നുള്ളത്.